ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസത്തെ ലീവായി തന്നെ യൂട്യൂബിൽ കൂടെ ഇങ്ങനെ വരുന്നത് ഒന്നാമത്തെ കാര്യം ഈ ഇത് കണ്ടില്ലേ ഇപ്പം 2 ദിവസം ഈ മോക്കൊരു ഇതിനുള്ള ഉത്തരവാദി ആരാന്ന് എന്നെ ഫോൺ വിളിച്ചു. എൻ്റെ ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ സ്വീകരിക്കും. ഇനിയിപ്പോൾ അതല്ല, ഫോൺ നമ്പറൊന്നും ഇല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരവാദി ആരാന്ന് എനിക്കറിയണം. ഇതിപ്പോൾ 2 ദിവസമായിട്ട് ഈ മോക്കൊരു വല്ലാത്ത ഡേഞ്ചറാണ്. രാവിലെ ചെറിയൊരു വേദന അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ആരോ പ്രണയിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ആര് പ്രണയിക്കുന്നത് ഞാൻ ഈ പറയുന്നത് ആ പെൺകുട്ടി കേട്ട ചിലപ്പോൾ പ്രണയിക്കില്ലായിരിക്കും. ഇതിപ്പോൾ ഈ പറയുന്നത് സീരിയസ് ആയിട്ടാ. ഇതെന്താ സുഖമൊക്കെ പോയാ? ഓക്കെ. അപ്പം ഞാൻ നമ്മുടെ നാട്ടിൽ കുറച്ചപ്പുറം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒന്നും പോകണ്ട, ഒരു 1/2 കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കള്ള് ഷാപ്പുണ്ട്. കള്ള് ഷാപ്പ് നാടിൻ്റെ മോച്ചായി ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നീ എന്തിനാണ് ഇപ്പോൾ ചെറിയ പ്രായമല്ലേ? അത്രയ്ക്ക് ചെറിയ പ്രായമൊന്നുമല്ല. ഞാൻ മരിക്കുന്നതിൻ്റെ ദിവസം ഞാൻ എനിക്ക് പറയട്ടെ, എൻ്റെ ഒരു ഊഹം. ഉദാഹരണം, നമ്മളൊരു 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയായിരിക്കും ഏകദേശം. അതിലിപ്പോൾ നമ്മൾ കുറേ ജീവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനത് തിങ്ക് ചെയ്യണം, എനിക്ക് എത്ര പ്രായം എന്നുള്ളത് നിങ്ങൾ അത് വെച്ച് കണക്ക് കൂട്ടിയാൽ മതി. 75 ഓക്കെ. 365 ഇൻറ്റു 42 42 15,330 ദിവസമേ ഞാനിനി ജീവിച്ചിരിക്കാൻ ചാൻസ് ഉള്ളൂ. 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണ്. അറ്റാക്ക് വന്നിട്ടോ അങ്ങനെയൊക്കെ മരിച്ചു പോയാൽ അതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികം. ഒരു ഏകദേശ കണക്കാണ് കാണുന്നില്ല. ഇതിപ്പോൾ എന്താ അത് ഈ ഡിസ്പ്ലേ ഇങ്ങനെ കളിക്കുന്നത് ക്ലിയർ ആവാത്തത്? നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. കണ്ട ഒരു ലുക്കില്ല എന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ കള്ള് ഷാപ്പ്, ഈ കള്ള് ഷാപ്പിൽ പോണതിൻ്റെ കാര്യം, നമുക്ക് ഒരുപാട് പേര് സാധാരണക്കാരുമായിട്ട് നമുക്ക് ഇടപഴകാൻ പറ്റും. ഞാൻ വലിയ പൈസക്കാരനായതുകൊണ്ട് വലിയ പണക്കാരനായതുകൊണ്ടല്ല, എനിക്കത് ഇഷ്ടമാണ്. ഇപ്പോൾ കള്ള് ഷാപ്പിൽ പോവുക, ഒറ്റ കപ്പ് കള്ളൊക്കെ കുടിക്കുള്ളൂ, കള്ള് കുടിക്കുക. അപ്പോൾ നമ്മുടെ ഏട്ടന്മാരുണ്ടാവും, പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അച്ഛന്മാർ. നമ്മളൊരു കള്ള് കുടിക്കണം, തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇടപെടണം. മറിച്ച് ബാറിൽ പോയി 2 സിഗ്നേച്ചർ 2 പെഗ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുക, കുടിക്കുക, പോവുക. ഗ്യാസേ ആരുമായിട്ട് പ്രോബ്ലം. ഈ മുഖത്തിന് എന്താണ് പണ്ടാലും ഇങ്ങനെ വളർന്നത് മണിക്കൂറിന് വളരണ്ട. അപ്പോൾ അത് കള്ള് ഷാപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യം. അപ്പോൾ പിന്നെ കള്ള് ഷാപ്പ് പോണത്, ഞാനൊരു ബിസിനസ്സുകാരനാണ്. 75 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഇനി 15,330 ദിവസം എനിക്കുണ്ട്. നാളെ 15,329 ദിവസമോ, കാരണം ഇന്ന് രാത്രി ഇപ്പോൾ നേരം ആയല്ലോ. അപ്പോൾ നമുക്കൊക്കെ ഇത്ര ആയുസുള്ളൂ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ അഹങ്കരിച്ചിട്ടൊന്നൊരു കാര്യമില്ല. അപ്പോൾ കള്ള് ഷാപ്പില്ലേ, കള്ള് ഷാപ്പിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ കള്ള് ഷാപ്പ് 2 വർഷത്തിനുള്ളിൽ 23 കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട് കള്ള് ഷാപ്പ്. എൻ്റെ ബിസിനസ് നിനക്കറിയാലോ, ഞാൻ അരി ബിസിനസ്സാണ്. നമ്മൾ അവിടെ പോയി ഒരു കപ്പ് കള്ള് കുടിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പെണ്ണ് കിട്ടി എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടി. ഞാൻ വേറെ കാര്യം പറ്റേ, ഞാനിപ്പോൾ ഒരു 3-5 മാസമായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് കമ്മിറ്റഡ് ആണ്. അവളുടെ അടുത്ത് ഞാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ട്. ആരാന്നെന്താന്നൊക്കെ നിങ്ങൾക്ക് വഴി അറിയാം. അപ്പോൾ എന്താണ് കള്ള് ഷാപ്പില്ലേ, ഇതെനിക്ക് മറന്നു പോകണം. ഇനിയിപ്പോൾ അവളായിരിക്കും ഈ പ്രണയിക്കുന്നത്. ദൂരത്ത് നിന്ന് അവൾ പ്രണയിക്കുകയാണെങ്കിൽ മോൻ മുഴുവൻ കുരുവേണ്ടതാണ്. അപ്പോൾ അതില്ല. അപ്പോൾ ഞാൻ മെയിൻ പോണതിൻ്റെ കാര്യം, എനിക്ക് അവിടെ നിന്ന് കസ്റ്റമറിന് കിട്ടും. എനിക്ക് സാധാരണക്കാരാണ് എൻ്റെ കസ്റ്റമർ. സാധാരണക്കാർ ഒരിക്കലും ബാറിൽ വരില്ല. അപ്പം കള്ള് ഷാപ്പിലാണ് വരിക. ഈ കസ്റ്റമറിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കള്ള് ഷാപ്പിൽ പോണതും. അവിടെ ചിലപ്പോൾ വെറുതെ വരികയായിരിക്കും. കള്ള് കുടിക്കാൻ വേണ്ടി പോകുന്നതല്ല. അവിടെ പോകണം, കുറച്ച് നേരം അവിടെ നിൽക്കണം. അപ്പോൾ നമ്മുടെ സുഹൃത്താണ് അവിടെ ഉള്ളത്, അവർ സംസാരിച്ച് നിൽക്കണം. ചിലപ്പോൾ 22 കസ്റ്റമറിനെ കിട്ടിയിട്ടുണ്ട് കള്ള് ഷാപ്പിൽ പോയത് കൊണ്ട് മാത്രം. അപ്പോൾ കള്ള് ഷാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചിലായിട്ട് തോന്നുക, എന്നോട് പറഞ്ഞ ആൾക്കാർ നീ എന്തിനാ കള്ള് ഷാപ്പിൽ കള്ള് കുടിക്കും, എനിക്കത്
എന്താ പറയുക, എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനമായിട്ടാണ് ഞാൻ കാണുന്നത് കൾച്ചർ. അപ്പോൾ ഞാൻ അവിടേക്ക് പോവും. എൻ്റെ ബിസിനസ്സിൽ ആരും കയറി തലയിടുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതൊന്ന് പറയട്ടെ എന്ന് കൊണ്ടാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞവരൊക്കെ ഇന്ന് വായടയ്ക്കും. എനിക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യും. ആർക്കും ബുദ്ധിമുട്ടും ആരും ദ്രോഹിക്കാത്ത ലെവലിൽ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ലെവലിൽ എനിക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ ഞാൻ ചെയ്യും. നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് പഠിച്ചോ ഈ മോക്കൊരു, ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു പ്രേമത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. എന്നാ ഓക്കെ, ഇനി ഒരുപാട് പറഞ്ഞ അലമ്പാവും.